ഓം ശ്രീനാരായണ പരമഗുരവേം നമഃ. സജ്ജനങ്ങളെ, മലയാളികൾക്ക് അധികം പരിചിതമല്ലാത്ത ഒരു ദേവീ സങ്കല്പത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. മഹാഗുരു തമിഴ്നാട്ടിൽ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈറോഡ് ഭവാനി സംഗമേശ്വര ക്ഷേത്രം. അവിടുത്തെ ദർശനവേളയിൽ കാണാൻ സാധിച്ച ഒരു ദേവീ പ്രതിഷ്ഠയാണ് വിഷ്ണു ദുർഗാദേവി. കേരളത്തിലെ അധികം ക്ഷേത്രങ്ങളിലൊന്നും നമുക്ക് വിഷ്ണു ദുർഗാദേവിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ല. പക്ഷേ തമിഴ്നാട്ടിലാകട്ടെ ഈ സംഗമേശ്വര ക്ഷേത്രത്തിലും മറ്റ് പല ക്ഷേത്രങ്ങളിലും നമുക്ക് ദുർഗാദേവിയുടെ പ്രതിഷ്ഠ കാണാൻ സാധിക്കുന്നതാണ്. ആരാണ് വിഷ്ണു ദുർഗ? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ കൃഷ്ണ സഹോദരിയാണ് വിഷ്ണു ദുർഗ. ദേവകിക്കും വസുദേവർക്കും ഉണ്ടായ 8 കുട്ടികളിൽ 7ാമത്തെ ആളായി പിറന്നത് ഒരു പുത്രിയാണ്. അതാണ് വിഷ്ണു ദുർഗ. 6 പുത്രന്മാരെയും നിഷ്കരുണം കംസൻ വധിക്കുകയുണ്ടായി. 7ാമതായി പിറന്ന വിഷ്ണു ദുർഗാദേവിയെയും കംസൻ നിഷ്കരുണം വധിക്കാൻ ശ്രമിച്ചപ്പോൾ കയ്യിൽ നിന്ന് വഴുതി മുകളിലേക്ക് ഉയർന്ന് ദേവീരൂപം ധരിച്ച് ഇപ്രകാരം അരുളി ചെയ്തു: ഞാൻ വന്നത് നിന്നെ വധിക്കുവാനല്ല, നിന്നെ വധിക്കേണ്ടയാൾ ദേവകിയുടെ 8ാമത്തെ പുത്രനായി അവതാരമെടുത്ത് വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ദുർഗാദേവി അപ്രത്യക്ഷമാവുകയും ചെയ്തു. വിഷ്ണു ദുർഗാദേവിയെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും എന്നാണ് നമ്മളിനി അടുത്തതായി പരിശോധിക്കുന്നത്. ശനിദോഷം, രാഹുദോഷം, കേതുവിൻ്റെ അപഹാരങ്ങൾ ഇവയൊക്കെ നീങ്ങിക്കിട്ടുന്നതിന് വിഷ്ണു ദുർഗാദേവിയോടുള്ള പ്രാർത്ഥന വളരെ ഉത്തമമാണ്. നമ്മുടെ നന്മയ്ക്കും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനുമായി വിഷ്ണു ദുർഗാദേവിയെ വെള്ളിയാഴ്ച രാഹുകാല നേരത്ത് 2 വിളക്ക് തെളിയിച്ച് ജമന്തിപ്പൂ, മല്ലിപ്പൂ, മഞ്ഞൾപ്പൊടി എന്നിവ സമർപ്പിച്ച് തൊഴുന്നത് ഒരു 9 വാരം ഇപ്രകാരം തുടരുന്നത് എന്ത് കാര്യമാണോ അത് വളരെ വേഗം തന്നെ സാധ്യമാക്കി കിട്ടുന്നതിന് ഈ പ്രാർത്ഥന, ഇത്തരത്തിലുള്ള ഒരു പ്രാർത്ഥന വളരെ ഗുണകരമാണെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വഴക്കുകൾ ഇവയിൽ നിന്നൊക്കെ മോചനം നേടുന്നതിന് ഞായറാഴ്ച തോറും രാഹുകാല നേരത്ത് 3 വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത്, മനസ്സുരുകി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാനും സാമ്പത്തിക ഭദ്രതയൊക്കെ കൈവരിക്കുന്നതിനുമൊക്കെ ദേവിയോടുള്ള പ്രാർത്ഥന ഉത്തമമാണെന്ന് വിശ്വാസം. അതുപോലെ മാറാത്ത രോഗങ്ങളിൽ നിന്നും തീരാത്ത വ്യാധികളിൽ നിന്നുമൊക്കെ മോചനം നേടുന്നതിന് ചൊവ്വാഴ്ച തോറും രാഹുകാല നേരത്ത് 2 നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത്, മനസ്സുരുകി പ്രാർത്ഥിക്കുന്നത് എല്ലാ രോഗങ്ങൾക്കും ശാന്തി ലഭിക്കുന്നതിന് ഉത്തമമാണ്. കൂടാതെ കുലദേവത ആര് എന്ന് അറിയാൻ ഇനിയും സാധിക്കാത്ത ജനങ്ങൾക്ക് വിഷ്ണു ദുർഗയെ തങ്ങളുടെ കുലദേവതയായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. സർവമംഗളങ്ങൾക്കും സർവ ഐശ്വര്യത്തിനും ഇത് കാരണമായി തീരുന്നതുമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ വിഷ്ണു ദുർഗയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.